أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قوم اعملوا على مكانتكم إني عامل سوف تعلمون من يأتيه عذاب يخزيه ومن هو كاذب وارتقبوا إني معكم رقيب. ويا قوم اعملوا على مكانتكم إني ആമിലുൻ എന്നാണുള്ളത്. നിർത്തുമ്പം സുക്കൂൻ ചെയ്യണം. സൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി വമൻ ഹുവ കാദിബ് വർതഖിബൂ ഇന്നി മഅകും റഖീബ്. ولما جاء أمرنا نجينا شعيبا ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രധാനപ്പെട്ട മദ്ദുകൾ 5 അല്ലേ? സാധാരണ അസിലിയായ മദ്ദുണ്ട്, സാധാരണ ഒരു മദ്. അതിപ്പോൾ ഏതാ? അമ്രുന നജ്ജൈന അമ്രുന. അവിടെ നീട്ടാൻ വന്നല്ല അലിഫേ. ഇതൊക്കെയാണ് സാധാരണ മദ്. സാധാരണ നീട്ടിൽ നിന്ന് ഒരു സാധാരണ നീട്ട്, അത് ചെറിയൊരു നീട്ടിലേ നീട്ടുള്ളൂ. എന്നാൽ മദ് ലാസിമുണ്ട്, വളരെ പ്രധാനപ്പെട്ട മദ്ദാണ്. മദ് മുത്തസിലുണ്ട്, മദ് മുൻഫസിലുണ്ട്, അതുപോലെ തന്നെ മദ് ലീനുണ്ട്, മദ് ആരിദുണ്ട്, പിന്നെ മദ് അസ്ലി എന്ന് പറയും അല്ലേ? ഇങ്ങനെ മദ്ദുകളുണ്ട്. ഈ 3 മദ് ലാസിമ്, മദ് മുത്തസില്, മദ് മുൻഫസില് ജസ്റ്റ് ഒന്ന് പറയാന്ന് മാത്രം. അപ്പോൾ ഈ മദ്ദുകൾ, ഈ 3 മദ്ദിനും ചിഹ്നമുണ്ടാവും അതിൻ്റെ നേരെ നീട്ടാൻ. എന്നുള്ളിടത്തോടെ അലിഫിൻ്റെ മുകളിൽ ഒരു ചിഹ്നം കണ്ടില്ല, വളഞ്ഞ ചിഹ്നം, മദ്ദിൻ്റെ ചിഹ്നം. അതാണ് മദ്ദിൻ്റെ ചിഹ്നം. ഈ 3 മദ്ദുകൾക്കും ചിഹ്നമുണ്ടാകും. എന്നാൽ ഇനി മദ് ലീന്, മദ് ആരിദ് നമ്മളെപ്പോഴും പറയുന്ന മദ്ദുകളാണ്. എങ്കിലും ഈ 2 മദ്ദുകൾ ഇത് കണ്ടാൽ ചിലപ്പം തിരിയില്ല. നമ്മൾ വഖഫ് ചെയ്യുമ്പോഴേ ആ മദ് ഉണ്ടാവുള്ളൂ. വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തിയാൽ അവിടെ ചില പദങ്ങളുടെ അവസാനങ്ങളിൽ എന്തുണ്ടാവും? മദ് ലീന് വരും. എല്ലായിടത്തും വരും എന്നല്ല പറഞ്ഞേ, ചില സ്ഥലങ്ങളിൽ വരും. ഏതാണ് സ്ഥലം? അപ്പോൾ ഈ മദ്ദുകൾ ഏതാണ്? മദ് നീട്ടാൻ അക്ഷരത്തിൻ്റെ ശേഷം, നീട്ടാനുള്ള അക്ഷരം ഇവിടെ അലിഫാണ്. അലിഫിന് ശേഷം ഹംസ വന്നത്, ആ എന്ന് വന്നത്, ഈ അലി ഉ ആണ് ഹംസ എന്നുള്ളത്. ഹംസ വന്നാൽ അതേ വാക്കിലാണ് വന്നതെങ്കിൽ, അതേ വാക്കിലാണ് പറഞ്ഞാൽ ജ എന്നുള്ള ഒറ്റ വാക്കാണല്ലോ. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കാണ് വന്നതെങ്കിൽ മദ് മുത്തസിൽ എന്ന് പറയും. അടുത്ത വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുൻഫസിൽ എന്ന് പറയും. ഇവിടെ കണ്ടില്ലേ? വർതഖിബൂ ഇന്നി മഅകും വർതഖിബൂ. അവിടെ നീട്ടാൻ വന്നു, വാവ് നീട്ടാൻ വന്നു. ശേഷമുള്ളത് ആ എന്ന് വന്ന് ഈ നില അല്ലേ? ഈ വന്നത് എന്താണ്? അടുത്ത വാക്കിലാണ്. ഇന്നി എന്നുള്ള അടുത്ത വേറെ വാക്കാണ്. അപ്പോൾ രണ്ടും വേറിട്ട വന്നത്. അത് ഇതിൻ്റെ പേരാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏത് മദ്ദാണെങ്കിലും അവിടെ ചിഹ്നം ഉണ്ടാവും. എന്നാൽ ചിഹ്നമില്ലാത്ത മദ്ദിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. എവിടെയൊക്കെ മദ് വരുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ക്ലാസ് കേട്ടതിന് ശേഷം, അല്ലെ വിഷയം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? എവിടെയൊക്കെ ഏതൊക്കെ പദങ്ങളിലാണ് വരുന്നത് എന്നുള്ളത്, മദ് ലീന്, മദ് നിർത്തുമ്പോൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ولما جاء أمرنا نجينا شعيبا. ഇവിടെ തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് നിർത്തുമ്പോൾ ശുഐബ.
വല്ലദീന ആമനു ശുഐബൻ വല്ലദീൻ. അവിടെ നിർത്തുകയാണെങ്കിൽ, അവിടെ പോയി നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. അവിടെ നിർത്തുകയാണെങ്കിൽ ആ നൂന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം അല്ലേ? നിർത്തുമ്പോൾ വല്ലദീൻ ഇപ്പം അല്പം നീട്ടിയിട്ടാണ് നിർത്തിയത്. കാരണം നൂന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ, നീട്ടാനുള്ള അക്ഷരം ഏതാ? അലിഫ് യാ വാവ്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരം വന്നതിന് പിന്നെ അവിടെ അവസാനത്തെ അക്ഷരം സുക്കൂനാവുകയും തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്താൽ മദ് ലീന് വരും. അപ്പോൾ ولما جاء أمرنا نجينا شعيبا والذين. എവിടൊക്കെയാണ് നിർത്തുന്നത് അവിടൊക്കെ വരും. അവിടെ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ മദ് ഉണ്ടാവില്ല. വല്ലദീന ആമനു ഇപ്പം നിർത്തി. അപ്പോൾ സാധാരണ നീട്ടലേ ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് നിർത്തുമ്പോൾ വല്ലദീൻ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നു. അപ്പോൾ ഇവിടെ ഈ പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. നിർത്തിയപ്പോൾ പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. ഈ മദ്ദിൻ്റെ പേരാണ് മദ് ആരിദ്. ഇനി എവിടേക്ക് വരും ഒന്ന് നോക്കി. വല്ലദീന ആമനു, والذين آمنوا معه برحمة منا وأخذت. ഇവിടെ അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂൻ ചെയ്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടോ? ഇല്ല, ദാലാണ് നീട്ടാനുള്ള അക്ഷരമല്ല. അപ്പോൾ അവിടെ ഇല്ല. വഅഖദത്തില്ലദീൻ അവിടെ വരും. വഅഖദത്തില്ലദീന ളലമു സ്വൈഹ ഹ. ആ താ എന്ത് ചെയ്തു? സുക്കൂനുള്ള ഹ ആയിട്ട് മാറും നിർത്തുമ്പോൾ. സ്വൈഹ ളലമു സ്വൈഹ فأصبحوا في ديارهم جاثمين. ഇവിടെ നിർത്തിയപ്പോൾ നൂന് സുക്കൂൻ വന്നു, തൊട്ടുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നു. ഇതാണ് മദ് ആരിദ്. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. كأن لم يغنوا فيها كأن لم يغنوا فيها ألا بعدا لمدين. അവിടെ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഉണ്ടോ? ഇല്ല. അയ്യാന് ഫത്ത് ആണ്, അപ്പോൾ നീട്ടാനുള്ള ഇല്ല. ألا بعدا لمدين كما بعدت ثمود كأن لم يغنوا فيها ألا بعدا لمدين كما بعدت ثمود ولقد أرسلنا موسى بآياتنا وسلطان مبين. വസുൽത്താൻ അവിടെ നിർത്തുകയാണെങ്കിൽ നൂന് സുക്കൂന് തൊട്ടുമ്പ് ഒരലിഫുണ്ട് അവിടെ. അപ്പം നീട്ടാനുള്ള അക്ഷരം വന്നു, മദ് ആരിദ് വന്നു. വസുൽത്താനിൻ മുബീൻ നൂന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാനുള്ള യാ വന്നു, മദ് ആരിദ് വന്നു. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. ഇതിൻ്റെ പേരാണ് മദ് ആരിദ്. ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه. പല ആളുകളും ഈ ഒരു വാക്ക് സംശയം ചോദിക്കാറുണ്ട്. ഇലാ ഫിർഔന വമലഇഹി, ഇവിടെ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന്. ആ യാൻ്റെ മുകളിൽ സുക്കൂനല്ല, 0 മാർക്കാണ്. ആ യാ ഉച്ചരിക്കുകയില്ല എന്നതാണ്. പല ആളുകളും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ട് ഉസ്താദെ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് കാണി ഇവിടെ എങ്ങനെ വായിക്കുക എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലുണ്ടാവുക. അതിനിപ്പോൾ ഈ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോ അക്ഷരത്തിൻ്റെ മുകളിൽ അധികം പിന്നെ അലിഫിൻ്റെ മുകളിലാണ് വരിക 0 മാർക്ക്. ആ 0 മാർക്കുള്ള അക്ഷരം കൂട്ടി വായിക്കുകയില്ല. അത് കൂട്ടി വായിക്കാറാൻ പിന്നെ അക്ഷരം തന്നെ അവിടെ പരിഗണിക്കേണ്ട. ഇല്ലാത്തതുപോലെ അതില്ലെങ്കിൽ ഇങ്ങനെ വായിക്കാൻ അതുപോലെ വായിച്ചാൽ മതി.
അവിടെ നിർത്തുമ്പോൾ വമല ഇഹ്, അവിടെ നിർത്തുന്നില്ല എങ്കിൽ വമല ഇഹി, അപ്പോഴും യാ ഇല്ല. വമല ഇഹി ഫത്തബഉഹി എന്നുള്ള ചെറിയ നീട്ടം. അതാണ് ആ ചിഹ്നമുള്ളത്. വമല ഇഹി, ഹാഇൻ്റെ ശേഷമുള്ള ചിഹ്നം. ആ യാ എന്തില്ല, പരിഗണിക്കേണ്ടതില്ല, ഓതേണ്ടതില്ല. അവിടെ വമല ഈഹ് എന്ന് ഓതണ്ട. വമല ഇഹി ഫത്തബഉ അംറ ഫിർഔൻ. ഇതാണ് മദ് ലീന്. ഒരു മദ് പിന്നെ ലീന് ഇവിടെയും വരും. ഇല ഫിർഔൻ നിർത്തുമ്പോഴേ ആ മദ് ഉണ്ടാവുള്ളൂ. ആ ചിഹ്നം അവിടെ ഇല്ല. കണ്ടോ? ഈ വാക്കിൽ പിന്നെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വാക്കാണ് വരുന്നതെങ്കിൽ അവിടെ മദ് ലീന് വരും. അതാണ് ചില സ്ഥലങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നീട്ടുന്നത്. ഇല ഫിർഔൻ, നൂന് സുക്കൂന്, തൊട്ട് മുമ്പ് യാഇനോ വാവിനോ സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യുക. ഇവിടെ നൂന് സുക്കൂനാണ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്. അത് ഏത് അക്ഷരമായാലും വേണ്ടില്ല. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് യാഇന് വാവിന് സുക്കൂന് എന്ന് പറഞ്ഞാൽ സുക്കൂൻ്റെ ചിഹ്നം അവിടെ ഉണ്ടാവും. ആ ചിഹ്നം വരികയും അതിൻ്റെ മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യും. ഇവിടെ ഐനിന് ഫത്ഹ ആണ്, വാവിൻ്റെ മുമ്പ് ഫത്ഹ ആണ്. ഇലാ ഫിർഔന വമലഇഹി ഫത്തബഉ അംറ ഫിർഔൻ. അവിടെ നിർത്തിയപ്പം നിർത്തുന്നില്ല എങ്കിൽ പിന്നെ വരില്ല. അംറ ഫിർഔന വമാ അംറു ഫിർഔന ബിറശീദ്. അവിടെ ദാലിന് സുക്കൂന്, തൊട്ടുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ്. മദ് ആരിൽ വന്നു. ഫിർഔൻ മദ് ലീനും മദ് ആരിലും പ്രത്യേകം ശ്രദ്ധിക്കുക. إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد يقدم قومه يوم القيامة يقدم قومه يوم. അവിടെ നിർത്തുകയാണെങ്കിൽ മദ് വരും അല്ലേ? മീമിന് സുക്കൂന്, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് യാഇന് പിന്നെ വാവിന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹാണ്. യൗം നൗം എപ്പോഴും പറയുന്ന ഒരു താരമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. മിനൻ നൗം, നൗം എന്നാണുള്ളത്. മിനൻ നൗമി എന്നാണുള്ളത്. അവിടെ മീമിന് സുക്കൂൻ ചെയ്തു, അവസാനത്തെ അക്ഷരമാണല്ലോ. നൗം, മീമിന് സുക്കൂന്, തൊട്ട് മുമ്പ് വാവിന് സുക്കൂനാണ്, അതിന് മുമ്പ് നൂനാണ്, നൂന് ഫത്ഹാണ്. അതുകൊണ്ടാണ് മദ് ലീന് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും അല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്ന പകരം എപ്പോഴും കേൾക്കുന്നതല്ലേ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെ എന്താ അല്ലാഹ്, അവിടെ മദ് ആരിൽ വരുന്നുണ്ട് അല്ലേ? അള്ളാഹു എന്ന് കഴിഞ്ഞ പിന്നെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അള്ളാഹു എന്നുള്ളത് ബിസ്മില്ലാഹ്, ശരിക്കും എങ്ങനെയാണ് നിർത്തേണ്ടത്? മദ് ആരിൽ വരുന്നുണ്ട് അവിടെ. ബിസ്മില്ലാ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീമി എന്നുള്ളത് നിർത്തിയപ്പോൾ മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാൻ വന്നു അല്ലേ? അതാണ് മദ് ആരിദ്. ഇവിടെ നൗം യൗം ഇതാണ്. തൊട്ട് മുമ്പ് യാഇന് വാവിന് അവിടെ സുക്കൂൻ്റെ ചിഹ്നം വരണം, സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാവും, അതിന് മുമ്പ് ഫത്ത് ആകുക. അപ്പം ഇങ്ങനെയുള്ള പദങ്ങളിൽ മദ് ലീന് വരും. ഇൻഷാ അല്ലാഹ് മനസ്സിലായില്ലല്ലേ? ഇനി എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് പൂർത്തിയാക്കണം ഇന്ന്. يقدم قومه يوم القيامة فأوردهم النار وبئس الورد المورود.
ഇവിടെ റായിന് തർക്കീക്ക് ചെയ്യണം. റായിന് സുക്കൂന് മുമ്പ് കസറാണ്, തർക്കീക്ക് ചെയ്യണം. വബിഅ്സൽ വിർദുൽ മൗറൂദ്, റായിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. റായിന് സുക്കൂന് തൊട്ട് മുമ്പ് കസറാണെങ്കിൽ റായിന് തർക്കീക്ക് ചെയ്യുക. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ വായ വിർദുൽ എന്ന് പറയാതെ വിർദുൽ മൗറൂദ്. يقدم قومه يوم القيامة فأوردهم النار وبئس الورد المورود وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود. برائن سكون منبفتح مرفود. وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود. ذلك من أنباء القرى نقصه عليك منها قائم وحصيد. ذلك من أنباء القرى نقصه عليك منها قائم وحصيد. മിൻ അവിടെ നൂനിൻ്റെ സ്ഥാനത്ത് മീമാക്കണം. കാരണം സുക്കൂണ നൂനിൻ്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله يدعون وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون. അവിടെ നിർത്തുകയാണെങ്കിൽ മദ് ലീനല്ലേ? ലീനാണോ? അല്ല. ലീനാവുമ്പോൾ എന്ത് ചെയ്യണം? വാവിന് സുക്കൂന് ചിഹ്നമുണ്ടാകണം. അതിന് മുമ്പ് വാവിന് സുക്കൂനാവുകയും അതിന് മുമ്പ് ഫത്ഹ് ആവുകയും ചെയ്യണം. ഇവിടെ ഏത് മദ്ദാണ്? മദ് ലീനാണ്. അവസാനത്തെ അക്ഷരത്തിന് നൂന് അവിടെ നമ്മൾ നിർത്തിയപ്പോൾ നൂന് സുക്കൂൻ ചെയ്തു. അതിന് മുമ്പ് തൊട്ട് മുമ്പ് നീട്ടാനുള്ള വാവാണ്. നീട്ടാനുള്ള അക്ഷരം വന്നാൽ, നീട്ടാനുള്ള അലിഫോ യാവ് വന്നാൽ മദ് ആരിലാണ് വരിക. التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. هذا عرض. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع. ماذا عرض له الناس ذلك يوم مجموع له الناس وذلك يوم مشهود. إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود.
وما نؤخره إلا لأجل معدود وما نؤخره إلا لأجل معدود മദ്ദാരിദ് ഇൻഷാ അല്ലാഹ് 123 ആയത്തുണ്ട്, നോക്കുക. തീരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ തീർക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ നമ്പറിൽ മെസ്സേജ് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ, പ്രായമുള്ളവർക്കൊക്കെ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ ലഭിക്കാൻ, തുടക്കം മുതലുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد തൻവീന് ശേഷം നൗമി, നൂന് വാവ് മീമ് യാവ് വന്നാൽ പ്രത്യേകം വാവാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് കൂട്ടി വച്ചിപ്പിക്കണം. ഷഖിയുൻ വ എന്ന് പറയുന്നത് ഷഖിയു വസഈദ്. فأما الذين شقوا ففي النار لهم فيها زفير وشهيق فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما فعال لي. അവിടെ എന്താ നിയമം? ലി എന്നുള്ളിടത്ത് തൻവീനശം ലാം വന്നു. അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇന്ന റബ്ബക ഫഅാലുൻ ലിമാ യുരീദ് خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد وأما الذين سعدوا ففي الجنة ففي നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടൂല. ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ فلا تك في مر رأينا سكون بكسر ترقيق في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب ولقد آتينا موسى الكتاب فاختلف فيه
ولولا كلمة سبقت من ربك لقضي بينهم എന്നുള്ളടത്ത് മദ് ഏതാ? മദ് ആരിലാണോ മദ് ലീനാണോ? രണ്ടും അല്ല, അവിടെ മദ്ദില്ല. കാരണം മീമിന് സുക്കൂനാണ്, തൊട്ടുമ്പ് നീട്ടാനൊന്നുമില്ല. വാവും യാവുമല്ല. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ് وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير خبير ബസീർ. തർക്കീക ചെയ്യണം. റായിന് സുക്കൂനും തൊട്ടുമ്പ് നീട്ടാൻ അതിൻ്റെ മുമ്പ് കെസറാവുക. ഇങ്ങനെയുള്ള പദങ്ങൾ തർക്കീക ചെയ്യണം. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. ഇൻഷാല്ലാഹ് നമ്മൾ ക്ലാസ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, ആളുകളൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ക്ലാസ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യണം? തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്. നമ്മളെപ്പോഴും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് കേൾക്കുകയും അതിൻ്റെ പുറമെ നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നോക്കിയിട്ട് ഏത് സമയത്തായാലും വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നോക്കിയിട്ട് ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിലേക്ക് നോക്കുമ്പോഴേ അതിൻ്റേതായ കൂലി ലഭിക്കുള്ളൂ. ഓതൽ എങ്ങനെ ഓതിയാലും കൂലി നമുക്ക് ലഭിക്കും. പക്ഷേ ഖുർആനിലേക്ക് നോക്കുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ക്ലാസ് കേൾക്കാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക എന്നല്ലാതെ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഓതുന്ന സമയത്തൊക്കെ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും തന്നെ മൊബൈലിലേക്ക് നോക്കുകയോ ഒന്നും ചെയ്യരുത്. കഴിവിൻ്റെ പരമാവധി ഖുർആനിലേക്ക് തന്നെ നോക്കുക. അതില്ലാത്ത സാഹചര്യത്തിൽ തെറ്റാതെ ഓതാൻ വേണ്ടി മുസാഫ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, മൊബൈലിലേക്ക് നോക്കണമെങ്കിൽ തടസ്സമില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഓതിയാലും തടസ്സമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ കൂലി നമുക്ക് നഷ്ടപ്പെടും. അപ്പം അതൊരു തടസ്സമാണ്. കൂലി നഷ്ടപ്പെടുക എന്ന തടസ്സം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ മുമ്പിലുണ്ടാകുമ്പോൾ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മൊബൈലിലേക്ക് നോക്കി ഓതുമ്പോൾ അതിനോടുള്ള ഒരു അനാദരവ് ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. നമ്മൾ ഖുർആൻ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊന്നിലേക്ക് നോക്കിയിട്ട് ഖുർആൻ തന്നെ നമ്മൾ മൊബൈലിലേക്ക് തന്നെ നോക്കി ഓതുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പം അതിന് മൈൻഡ് വെക്കാതിരിക്കുമ്പോൾ അപ്പോൾ വരുന്ന ആളുകൾക്ക് എത്രത്തോളം വിഷമമുണ്ടാവും എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. കാരണം നമ്മൾ ഒരു സംഗതി നമ്മൾ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കാതിരുന്നാൽ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനാകുമ്പോൾ, അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل മധ്യ ലീന് വന്നു മിനല്ലൈൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ടുമുമ്പ് അതിന് സുക്കൂൻ്റെ ചിഹ്നമുണ്ട്, അതിന് മുമ്പ് ഫത്ഹാണ്. മിനല്ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന السيئات ذلك ذكرى للذاكرين وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين واصبر رأي سكون بكسر ترقيق شيئا واصبر فإن الله لا يضيع أجر المحسنين واصبر فإن الله لا يضيع أجر المحسنين فلولا كان من القرون من قبلكم ഉലു എന്ന് വായിക്കരുത്. വാവിന് സുക്കൂനല്ല, 0 മാർക്കാണ്. ഉലു 0 മാർക്ക് ഒഴിവാക്കണം. ഉലു ബഖിയതി ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين وما كان ربك ليهلك القرى بظلم وأهلها مصلحون وما كان ربك ليهلك القرى بظلم وأهلها مصلحون ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين
وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون وانتظروا إنا منتظرون ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه فاعبده ഹായിന് പിന്നെ ലൊമ്മാണ് ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് وإليه يرجع الأمر كله فاعبده وتوكل عليه مدلين وما ربك بغافل عما تعملون إن شاء الله നമുക്കൊരു പ്രാവശ്യം കൂടി ഓതി നോക്കണം. തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് സൂറത്ത് ഹൂദ്. നമ്മുടെ 112ാമത്തെ ക്ലാസ്സാണ് അല്ലേ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 112 എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും ബേജാറാവണ്ട. ഓരോന്നോരോന്നായിട്ട് സാവകാശം സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചാനലുണ്ടാവും, പ്ലേലിസ്റ്റിലുണ്ടാവും. ക്ലാസ് പിന്നെ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ തുറക്കം മുതൽ കിട്ടണം. പ്രത്യേകിച്ച് വിശദമായിട്ട് പറഞ്ഞ ക്ലാസ്സുകളാണ്. ഇപ്പം ഇന്നൊന്നും നമ്മളൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണക്കാർക്ക് തിരിയുന്ന ക്ലാസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ആവശ്യപ്പെടുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത് ചെയ്തു വെച്ചാൽ നമ്മൾ പിന്നെ അയക്കുന്ന വീഡിയോകളൊക്കെ ഖുർആൻ ക്ലാസ്, അതുപോലെ തന്നെ ദിക്ർ, സ്വലാത്ത് തുടങ്ങിയ മറ്റുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ആവശ്യമായതൊക്കെ പിന്നെ ഇതിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു സേവനം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويا قوم اعملوا على مكانتكم إني عامل سوف تعلمون من يأتيه عذاب يخزيه ومن هو كاذب وارتقبوا إني معكم رقيب ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا بعدا لمدين كما بعدت ثمود ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد يقدم قومه يوم القيامة فأوردهم النار وبئس الورد المورود وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود ذلك من أنباء القرى نقصه عليك منها قائم وحصيد وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله
يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه عليم شديد إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود وما نؤخره إلا لأجل معدود يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين واصبر فإن الله لا يضيع أجر المحسنين فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أتلفوا فيه وكانوا مجرمين وما كان ربك ليهلك القرى بظلم وأهلها مصلحون ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق
وموعظة وذكرى للمؤمنين وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون وانتظروا إنا منتظرون ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, നീ സ്വീകരിക്കണ റഹ്മാനെ, നീ സ്വീകരിക്കണ റഹ്മാനെ. സൈഫുൻ നീസ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 40 ദിവസമാവാൻ പോവുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആസാദ് എന്ന സഹോദരനാണ്, ഭർത്താവാണ് മരണപ്പെട്ടത്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ കിടക്കുന്ന ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, അവരെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ, നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള ആരോഗ്യം, അതിനുള്ള സന്മനസ്സും അതിനുള്ള സാഹചര്യം നീ ഒരുക്കി തന്ന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാൻ. ഞങ്ങളെല്ലാ കാര്യവും ഏറ്റെടുത്തിന് സലാമത്തിലാക്കണേ റഹ്മാൻ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.